ഹായ് 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ടീംസ് ഇന്ന് സ്കൂളിലോട്ടാണ്. പല്ലവിയുണ്ട് കൂടെ. അവളുടെ ഫസ്റ്റ് ഡേ ആണെന്ന്. അപ്പോൾ ഇതാണ് സ്കൂൾ, KGMS UP സ്കൂൾ കൊഴുക്കല്ലൂർ. ഞാനിവിടെയാണ് പഠിച്ചിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും ബെസ്റ്റ് സ്കൂളിൽ ഒന്നാണ് ഇത്. പല നേട്ടങ്ങളും കൈവരിച്ചിട്ടുള്ള സ്കൂളാണിത്. അപ്പോൾ അതാ ഞങ്ങളിവിടെ എത്തുമ്പോഴേക്കും പ്രവേശനോത്സവത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഇഷാൻ്റെ ക്ലാസ് വരെ പോകാമെന്ന് വിചാരിച്ചു. അവനിപ്പോൾ 6ാം ക്ലാസ്സിലാണ്. അവൻ്റെ ഫ്രണ്ട്സാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് വീഡിയോ എടുത്തോട്ടെ ചോദിച്ചപ്പോൾ എല്ലാവരും ഭയങ്കര ആവേശത്തിലായിരുന്നു. ചിലർക്കൊക്കെ നാണം വരുന്നൊക്കെ ഉണ്ടേ. ഇഷാനാണെ ബേക്ക് പോയി ഇരിക്കുകയാണ്. 2 മാസത്തിന് ശേഷം കണ്ടതല്ലേ. അപ്പോൾ ഇവർക്ക് എന്തൊക്കെയോ കഥ പറയാനോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇവർ. ഇപ്പോൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഇവരുള്ളത്. അപ്പോൾ ഞാൻ ഇവരെ ക്ലാസ്സിൽ നിന്ന് നേരെ ഗ്രൗണ്ടിൽ ഇറങ്ങി ചെന്നപ്പോൾ നമ്മുടെ ഋഷിയും ഫ്രണ്ട്സും കൂടി അവിടെ ഡ്രംസ് അടിക്കുന്നത് നോക്കി ഇരിക്കുകയാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ ക്ലാസ്സിലോട്ടും വരണം, അവിടെ നിന്നും വീഡിയോ എടുക്കണം എന്നൊക്കെ. അപ്പോൾ ഞാൻ അവൻ്റെ കൂടെ അവൻ്റെ ക്ലാസ്സിലോട്ട് പോയി. അവനാണെ മേശയുടെ മണ്ടയ്ക്ക് കയറി ഇരിക്കുകയാണ് കേട്ടോ. ഇതാണ് അവൻ്റെ ക്ലാസ്, 2ാം ക്ലാസ്സാണിത്. അവൻ്റെ ഫ്രണ്ട്സൊക്കെ എത്തിയിട്ടുണ്ട്, കൂടെ രക്ഷിതാക്കളും ഉണ്ടേ. അപ്പോൾ ചില കുട്ടികൾക്ക് രക്ഷിതാക്കൾ ഞങ്ങളെ വിട്ട് പോകുമോ എന്നുള്ളൊരു പേടി മുഖത്ത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇവരും ഭയങ്കര ആവേശത്തിലായിരുന്നു. സ്കൂളൊക്കെ തുറന്ന് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടാണ് അവർ വന്നേക്കുന്നത്. പുതിയതായിട്ട് എന്തൊക്കെയോ ഐറ്റംസൊക്കെ വാങ്ങിയവരുണ്ട്. അതൊക്കെ കാണിക്കേണ്ട തിരക്കിലാണ് ഇവർ. ഇനിയിപ്പോൾ അതാ പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടന പരിപാടിയാണ്. അപ്പോൾ ടീച്ചേഴ്സൊക്കെ കുട്ടികളെ ലൈനായിട്ട് കൊണ്ടുവന്ന് അസംബ്ലിയിൽ നിൽപ്പിച്ചിട്ടുണ്ട്. നല്ല ചൂടാണ് ഇന്ന്. അപ്പോൾ അതാ ഉദ്ഘാടനം ചെയ്യുന്നത് അവിടുത്തെ വാർഡിലെ മെമ്പറാണ്. ചൂട് കാരണം ചില കുട്ടികളൊക്കെ സൈഡിലോട്ടൊക്കെ മാറി നിൽക്കുന്നുണ്ട്. രക്ഷിതാക്കളും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു മുഖ്യ അതിഥി ഉണ്ട്. അപ്പോൾ അദ്ദേഹമാണ് നിസാർ വടകര. അദ്ദേഹത്തിന് അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ലല്ലേ. അത് മ്യൂസിക് ഡയറക്ടറാണ്, റൈറ്ററാണ്, ആക്ടറാണ്, കോസ്റ്റ്യൂം ഡിസൈനറാണ്. അങ്ങനെ ഒട്ടനവധി വിശേഷങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ചെറുപ്പത്തിലുള്ള ആംബിഷൻസൊക്കെ വലുതായപ്പോൾ നടത്തിയെടുത്ത കഥയാണ് ഈ മക്കൾസിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരാണെങ്കിൽ 2 മാസത്തിന് ശേഷം കണ്ടുമുട്ടിയതല്ലേ. ഫ്രണ്ട്സിന് കിട്ടിയ സന്തോഷത്തിൽ ഇവർ കഥയിലാണ്. അദ്ദേഹം പറയുന്നതൊന്നും ഇവർ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. നല്ല ചൂടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഗാനമേളയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആവേശത്തിലാണ് ഇവർ. അപ്പം ഗാനമേളയുടെ പരിപാടിയൊക്കെ ഇങ്ങനെ തുടങ്ങാനിരിക്കുന്ന സമയത്ത് നല്ലൊരു മഴ പെയ്തു. ഇത്ര നേരം നല്ല ചൂടായിരുന്നു, പെട്ടെന്ന് നല്ലൊരു മഴ പെയ്തു. അപ്പോൾ എല്ലാവരും കൂടെ സൈഡിലോട്ടൊക്കെ മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ ഇങ്ങനെ ഗ്രൗണ്ടിൽ കൂടെ ഓടുകയാണ്. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടല്ലേ അവർ വന്നേക്കുന്നത്. അപ്പോൾ ഗ്രൗണ്ടൊക്കെ ഒഴിഞ്ഞപ്പോൾ നമ്മുടെ ഡ്രംസ് ഇല്ലേ, ഇനി അവരുടെ മേളാണ്. ഞാനിതാ നമ്മുടെ പല്ലവിയില്ലേ, അവളുടെ LKG ക്ലാസ്സിലോട്ടൊന്ന് പോയി. അവളിതാ ബാഡ്ജൊക്കെ ഇട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് സന്തോഷത്തിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവരെ ക്ലാസ്സിൻ്റെ അടുത്തായിട്ട് പുതുതായിട്ട് ഇവർക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നഴ്സറി കുട്ടികളാണോ അല്ലെങ്കിൽ സ്കൂളിലെ കുട്ടികളാണോ കളിക്കുകയെന്ന് ഇനിയിപ്പോൾ കണ്ടറിയണം. ഇപ്പോൾ എന്തായാലും കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഗാനമേളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ആവേശത്തിലാണ്. ഡാൻസ് കളിക്കുന്നവരുണ്ട്, പാട്ട് ആസ്വദിക്കുന്നവരുണ്ട്, എല്ലാ തരക്കാരും ഉണ്ട് കേട്ടോ. നോക്കി എല്ലാവരും കൂടെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. രക്ഷിതാക്കളും ഉണ്ട് കേട്ടോ. സമയം ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡിലോട്ട് നീങ്ങലാണ് മെയിൻ പരിപാടി. ബിരിയാണിയാണ് ഇന്ന്. 2 ആൾ ബിരിയാണി വാങ്ങി പോകുന്ന സമയത്ത് ഞാൻ അവരെ പിടിച്ചു വെച്ച് ഒന്ന് വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചതാണ്. കഴിഞ്ഞ വർഷവും ബിരിയാണി തന്നെയാണ് ഉണ്ടായിരുന്നത്. മക്കൾസ് എല്ലാവരും കൂടി കസേരമേലി ഇരുന്നിട്ട് ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. PTA ടീച്ചേഴ്സും കൂടിയാണ് ഇവർക്കുള്ള ഫുഡൊക്കെ ഒരുക്കിയിട്ടുള്ളത്. അവർ തന്നെയാണ് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നതും. എല്ലാവരും വരിക്ക് നിന്ന് ഫുഡൊക്കെ വാങ്ങി കഴിച്ചതാ ഭയങ്കര ആവേശത്തിലാണ് കേട്ടോ. അവർ സ്കൂൾ തുറന്നതിൻ്റെ എല്ലാവരും കണ്ടില്ലേ, ഡാൻസിലാണ്. അപ്പോൾ 2 മാസം വീട്ടിൽ എങ്ങനെയോ ശ്വാസം മുട്ടി ഇരുന്നതാണ് അവർ. സ്കൂളിലെത്തിയപ്പോൾ അവരുടെ സന്തോഷം കണ്ടോ. ഇനിയിപ്പോൾ എന്തായാലും നല്ലൊരു വർഷം നമുക്ക് ഇവർക്ക് നേരം അല്ലേ. ഓക്കെ, ബായ്.